നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്ന ഈ കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് രാഹുലിന് ജാമ്യം നൽകിയത്. ആഴ്ചകളോളം നീണ്ടുനിന്ന നാടകീയമായ പോലീസ് നീക്കങ്ങൾക്കും അർദ്ധരാത്രിയിലെ പരിശോധനകൾക്കും ഒടുവിൽ കോടതിയുടെ ഈ വിധി പുറത്തു വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി മാറുകയാണ്. സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ജാമ്യമെങ്കിലും അറസ്റ്റ് ഭീഷണി നീങ്ങിയത് രാഹുലിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും അമിതമായിട്ടുള്ള താല്പര്യം തുടക്കം മുതൽ പ്രകടമായിരുന്നുവെന്നത് വ്യക്തമാകും. ഒരു ജനപ്രതിനിധിക്കെതിരെ ഉയർന്നു വന്ന പരാതിയിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത എന്ന ആയുധമാണ് പ്രോസിക്യൂഷൻ അവസാന നിമിഷം വരെ പയറ്റിയത്. എന്നാൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ പലതും അത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ലെന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കോടതിക്ക് ബോധ്യപ്പെട്ടു. കേസ് ഡയറിയിലെ വൈരുദ്ധ്യങ്ങളും പരാതിയിലെ അവ്യക്തതകളും പരിശോധിച്ച കോടതി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഇത് പോലീസ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ തുണയായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡന കേസുകളെ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ നിരീക്ഷണങ്ങളാണ്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരാൾ നൽകുന്ന വിവാഹ വാഗ്ദാനം നിയമപരമായിട്ട് വിശ്വസനീയമല്ലെന്നും അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. രാഹുലിനെതിരെ പരാതി നൽകിയ ഒന്നാമത്തെയും മൂന്നാമത്തെയും പരാതിക്കാർ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളായിരുന്നുവെന്നതാണ് ഈ കേസിനെ ദുർബലമാക്കിയ പ്രധാന ഘടകം. നിയമപരമായിട്ട് നിലവിലുള്ള ഒരു വിവാഹം വേർപെടുത്താതെ മറ്റൊരു വിവാഹ വാഗ്ദാനം വിശ്വസിച്ചു എന്നത് യുക്തിപരമായിട്ട് നിലനിൽക്കില്ലെന്ന കോടതിയുടെ കണ്ടെത്തൽ ഈ കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്ന ഒന്നായിരുന്നു. യഥാർത്ഥ ബലാത്സംഗ കേസുകളെയും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളെയും വേർതിരിച്ച് കാണേണ്ടതിൻ്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യകതയിലേക്കാണ് ഈ കോടതി വിധി വിരൽ ചൂണ്ടുന്നത്. ഒരു അഭിഭാഷകനെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. രണ്ട് വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ പുരുഷനെ മാത്രം ലക്ഷ്യമിട്ട് ബലാത്സംഗ കുറ്റം ചുമത്തുകയും ചെയ്യുന്ന പ്രവണത അത് അവസാനിപ്പിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. രാഹുലിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് സമാനമായ ഒരു സെലക്റ്റീവ് വേട്ടയാടലായിരുന്നു എന്ന് ഈ വിധിയിലൂടെ തെളിയുകയാണ്. സ്ത്രീയും പുരുഷനും തുല്യരായിട്ടുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ തെറ്റുകൾ ഇരുഭാഗത്തും ഉണ്ടെങ്കിൽ ശിക്ഷ ഒരാൾക്ക് മാത്രം നൽകുന്നത് നീതിയല്ലെന്ന വലിയൊരു സന്ദേശമാണ് ഈ നിയമ പോരാട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയമായ എതിർപ്പുകളെ നേരിടാൻ ക്രിമിനൽ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന രീതി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. പരാതിക്കാരുടെ പശ്ചാത്തലവും കേസുകൾക്കിടയിലുള്ള സമയക്രമവും പരിശോധിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ പുതിയ കേസുകൾ ഉയർന്നു വന്നത് രാഹുലിന് നിയമപരമായിട്ട് തള്ളച്ചിടാനാണെന്ന വാദത്തിന് ഹൈക്കോടതിയുടെ ഈ ഇടപെടലോടെ കൂടുതൽ ബലം ലഭിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ കൈവശമുള്ള തെളിവുകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് കോടതി മുറിയിൽ കണ്ടത്. അന്തിമമായിട്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഈ നിലപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 1-3 കേസുകൾ പൂർണ്ണമായിട്ടും അസാധുവാക്കപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പോലീസ് സേനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളും പ്രോസിക്യൂഷൻ്റെ പരാജയവും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടാനായിട്ട് ശ്രമിക്കുമ്പോൾ നിയമം അതിൻ്റെ സ്വാഭാവികമായ നീതി നടപ്പിലാക്കുമെന്ന് ഈ വിധി തെളിയിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഈ നിയമയുദ്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച ജാമ്യം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് വസ്തുതകളെ രാഷ്ട്രീയ തിമിരം ബാധിക്കാതെ നോക്കിയ നീതിന്യായ വ്യവസ്ഥയുടെ വിജയം കൂടിയാണ്.